നമസ്കാരം. ഫുക്രിയിലേക്ക് സ്വാഗതം. ഇന്ത്യ അങ്ങനെ 2020 ലോകകപ്പിൻ്റെ ഫൈനലെത്തിയിരിക്കുന്നു. തുടർച്ചയായ രണ്ടാമത്തെ ഫൈനലാണ്. കഴിഞ്ഞ തവണ നമ്മൾ ചാമ്പ്യന്മാരായി. ഇത്തവണയും ന്യൂസിലാൻഡിനെ തോൽപ്പിച്ച് ചാമ്പ്യന്മാരാകും എന്ന പ്രതീക്ഷയിലാണ്. അങ്ങനെയൊക്കെ ആകുമ്പോഴും ഇന്ത്യ ആശങ്കപ്പെടുന്ന കുറേയധികം കാര്യങ്ങൾ. ഇന്നലെ വെറും 7 റണ്ണിനാണ്, 253 റൺ അടിച്ചിട്ടും വെറും 7 റണ്ണിനാണ് ഇംഗ്ലണ്ടിനോട് ജയിക്കാൻ കഷ്ടിച്ച് കടന്നുകൂടാൻ പറ്റിയത് എന്നത് നമ്മളെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആശങ്ക എന്ന് പറയുന്നത് വരുൺ ചക്രവർത്തിയാണ്. ഇന്ത്യയുടെ പ്രീമിയം ബൗളറാണ്, മിസ്റ്ററി ബൗളറാണ്. അത്രയും ദുരൂഹമായി, അത്രയും ഗംഭീരമായി ബൗൾ ചെയ്യുന്ന വരുൺ ചക്രവർത്തി പക്ഷേ ഈ ടൂർണമെൻറ്റിൽ സൂപ്പർ 8 തുടങ്ങിയത് മുതൽ ഒട്ടും ഫോമിലല്ല, ഒട്ടും ആത്മവിശ്വാസമില്ല. ആ മനുഷ്യൻ്റെ ശരീരഭാഷയിൽ ഒട്ടും ആത്മവിശ്വാസമില്ല. ഷോർട്ട് ബോളുകൾ എറിഞ്ഞ് ഒരു തരത്തിലും ലൈനും ലെങ്ത്തും മൊത്തം പ്രശ്നമാണ്. സുൽഗാവസ്കർ ഇന്നലെ കൃത്യമായി പറഞ്ഞ പോലെ ലെങ്ത്തിലാണ് പ്രശ്നം. ലെങ്ത്ത് വളരെ താഴ്ത്തി എറിഞ്ഞു കൊടുത്ത് വലിച്ചെറിയാണ് വരുൺ ചക്രവർത്തി. അത് വളരെ ഷോർട്ടായിട്ട് പോവുകയും ബാറ്റർക്ക് എളുപ്പത്തിൽ അടിച്ച് പറത്താൻ കഴിയുന്ന പന്തുകൾ എറിയുകയും ചെയ്യുകയാണ് വരുൺ ചക്രവർത്തി. വരുൺ ചക്രവർത്തിയുടെ പ്രശ്നം മാനസികമാണ്. അദ്ദേഹം ഒട്ടും ആത്മവിശ്വാസമില്ല. അദ്ദേഹത്തിന് സാധാരണഗതിയിൽ കാണുന്ന ഒരു അഗ്രസീവ്നെസ്, ആക്രമണോത്സുകത അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയിലില്ല. അദ്ദേഹം തിരിച്ചു വന്നേ മതിയാവുള്ളൂ. അദ്ദേഹം ഇന്ത്യയുടെ പ്രീമിയം ബൗളറാണ്, ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ട്രൈക്ക് ബൗളറാണ്. അദ്ദേഹം ഫൈനലിൽ കളിക്കുകയാണെങ്കിൽ, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അദ്ദേഹം കളിക്കേണ്ടതാണ്. പക്ഷേ എന്താവും തീരുമാനമെന്ന് അറിയില്ല. കാരണം അത്രയും കഷ്ടമാണ് കാര്യങ്ങൾ. ഇന്നലെ മാത്രം 4 ഓവറിൽ 61 റണ്ണാണ് കൊടുത്തത്. കിട്ടിയ വിക്കറ്റ് അത്രയൊന്നും ഫോമിലല്ലാത്ത ജോസ് ബട്ട്ലറുടെയാണ്. അപ്പോൾ 61 റണ്ണ് എന്ന് പറഞ്ഞാൽ 15.25 അയാളുടെ എക്കണോമി എന്ന് പറയുന്നത്. അത് ഒരു കാരണവശാലും സഹിക്കാൻ പറ്റാത്തതാണ്. ഒരു ടീമിനും അത് താങ്ങാനാവാത്തതാണ്. വരുൺ ചക്രവർത്തി അത്യാവശ്യമായി ചെയ്യേണ്ടത് ആത്മവിശ്വാസം തിരിച്ചു പിടിക്കുകയും ക്ഷമയോടെ, കാംനെസ്, ശാന്തതയോടെ ബൗൾ ചെയ്യുകയാണ് വേണ്ടത്. അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയിൽ ആ അഗ്രസീവ്നെസ്, ആക്രമണോത്സുകത വരണം. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ കയ്യിൽ അദ്ദേഹത്തിന് ഇനിയും ഒരു 3-4 കൊല്ലം കളിക്കാനുള്ള പ്രതിഭ ബാക്കിയുള്ള കളിക്കാരനാണ്. ഇനിയും അദ്ദേഹത്തിൻ്റെ കയ്യിൽ ആയുധങ്ങളുണ്ട്. സ്പിൻ ബൗളിങ്ങിൻ്റെ ആയുധങ്ങൾ ഇനിയുമുണ്ട് അദ്ദേഹത്തിന് അത് തേച്ചുമിനുക്കി ഗംഭീരമായിട്ട് തിരിച്ചു വരാവുന്ന സാഹചര്യമുണ്ട്. അതിന് അദ്ദേഹം ആദ്യം ചെയ്യേണ്ടത് ആത്മവിശ്വാസം, തീരെ ഇല്ലാതെ പോകുന്ന ആത്മവിശ്വാസം തിരിച്ചു പിടിക്കുക എന്നതാണ്. ഒരു ബൗളർ എന്ന നിലയിൽ നമ്മൾ അദ്ദേഹത്തെ കാണുമ്പോൾ, TV സ്ക്രീനിൽ അദ്ദേഹത്തെ കാണുമ്പോൾ, ഹതാശനായ വരുൺ ചക്രവർത്തിയെ കാണുമ്പോൾ നമുക്ക് സങ്കടം തോന്നും. ഈ വരുൺ ചക്രവർത്തി അല്ലല്ലോ നമ്മൾ കണ്ടിട്ടുള്ളത്. ഈ വരുൺ ചക്രവർത്തി അല്ലല്ലോ. ഈ ഓരോ പന്തും വിക്കറ്റ് എടുക്കാൻ പാകത്തിൽ എറിയുന്ന ഓരോ പന്തും, എല്ലാ പന്തിലും വിക്കറ്റ് കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷ നൽകുന്ന ഒരു വരുൺ ചക്രവർത്തി. ആ വരുൺ ചക്രവർത്തിയുടെ നിഴലായി ആർക്കും ദയനീയമായി തോന്നുന്ന, അദ്ദേഹത്തോട് വല്ലാത്തൊരു സഹതാപം തോന്നുന്ന രീതിയിലുള്ള ഒരു ചിത്രമായി വരുൺ ചക്രവർത്തി മാറിയിരിക്കുന്നു. വരുൺ ചക്രവർത്തി തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസം തിരിച്ചു പിടിക്കുകയും മികച്ച രീതിയിൽ മുമ്പ് ചെയ്തിരുന്ന പോലെ മികച്ച രീതിയിൽ ബോൾ ചെയ്താലും മാത്രമേ ഇന്ത്യക്ക് ഫൈനലിൽ വലിയ സാധ്യതകൾ കൽപ്പിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ വരുൺ ചക്രവർത്തി ഫോമിലേക്ക് തിരിച്ചുകൊണ്ട് അത്യാവശ്യമാണ്. ഫൈനലിൽ അദ്ദേഹം കളിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ ബോൾ ചെയ്യുന്നതിനേക്കാളൊക്കെ മെച്ചപ്പെട്ട നിലയിൽ അദ്ദേഹം ബോൾ ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.